ഇനി സ്കൂൾ മതി, മദ്രസ ആവശ്യത്തിന് അയക്കണമെന്ന് കരുതിയാൽ ഇനി ആ കുട്ടിക്ക് കാല റസൂലുള്ളാഹി എന്ന് കേൾക്കുന്ന അവസരം എത്ര ഉണ്ടാകും? ഇനി ആ കുട്ടിക്ക് മുത്തുനബിയുടെ പാഠം എത്രത്തോളം കിട്ടും? പണ്ടൊക്കെ വയസ്സുള്ളവർക്ക് അറിയാം, അന്ന് നമ്മൾ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പഴയ കാലത്ത് സാധാരണക്കാർ പലരും ഉസ്താദുമാരായിട്ടും പള്ളി ദർസ് ഉപയോഗപ്പെടുത്തിയല്ല. ഇനി നമ്മളെ മക്കൾ എത്ര ആളുണ്ടാവും അതിന്? എന്നിട്ട് ഉമ്മയും ബാപ്പിയും തീരുമാനിച്ചത് എന്താ? 7ാം ക്ലാസ് മദ്രസ, ആ മദ്രസ അത്യാവശ്യത്തിനൊക്കെ ആയി, ഇനിയിപ്പോ എനിക്ക് സ്കൂൾ കുറെ എഴുതാണ്ട് അത്ര കൊണ്ട് മദ്രസാണ് നിർത്തിക്കാളിയും. ഞാൻ തീർത്തു പറയുന്നു, അങ്ങനെ മദ്രസ 5 കഴിഞ്ഞപ്പോത്തിന് 7ാം ക്ലാസ് ആയപ്പോത്തിന് അത്രയൊക്കെ മതി എന്നൊക്കെ മദ്രസ നിർത്തിയിട്ട് നിങ്ങൾ ഭൗതികത്തിന് മുൻഗണന നൽകുകയാണെങ്കിൽ ആ കുട്ടി നിങ്ങൾക്ക് വേദനയായി മാറും, ആ കുട്ടി നിങ്ങൾക്ക് സങ്കടമായി മാറും. ദുനിയാവിൽ തന്നെ ചിലപ്പോൾ അനുഭവിക്കും, ഇല്ലെങ്കിൽ ആഖിറത്തിൽ. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസമൊക്കെ കൊടുക്കും. അതിന്റെ കൂടെ ഭാഗത്തൊക്കെ പലപ്പോഴും ഇപ്പൊ മദ്രസയിൽ 5ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് പിന്നെ ഇനി മദ്രസയിൽ കയറാനില്ല. കാരണം ഉമ്മിപ്പും കൂടി തീരുമാനിച്ചു ഈ സ്കൂൾ ട്യൂഷൻ ഉണ്ട്, 7 മണിക്ക് തുടങ്ങും, അതുകൊണ്ട് മദ്രസ അത്രയൊക്കെ മതി, ആവശ്യത്തിനായില്ലേ. 5ാം ക്ലാസ് മദ്രസയിൽ നിന്ന് പാസ്സായപ്പോഴേക്കും 7ാം ക്ലാസ് മദ്രസയിൽ നിന്ന് കുട്ടി പാസ്സായപ്പോത്തിന് ഉമ്മയും ബാപ്പയും കൂടി ഇരുന്ന് പറയുന്ന വർത്താനം, മദ്രസ കുറച്ചൊക്കെ ആയല്ലോ, ആവശ്യത്തിനൊക്കെ ആയല്ലോ, ഇനിയിപ്പോ സ്കൂൾ ഒരുപാട് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, ഉണ്ട്, സുബൈ സ്കെച്ചാ തുടങ്ങി, ഏത് ട്യൂഷൻ, പിന്നെ അസന്ദേശം പിന്നെയും ട്യൂഷനാ. സ്കൂള് പഠിക്കരുത് എന്നൊന്നല്ല, സ്കൂള് പഠിക്കണം. ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ ഏത് വിജ്ഞാനവും പഠിക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അതിനോടൊപ്പമെങ്കിലും അതേ അളവിലെങ്കിലും എങ്കിലും അള്ളാഹുവിന്റെ ദീനൊന്ന് പഠിക്കാനുള്ള താല്പര്യം എന്താ അമ്മക്ക് ഇല്ലാതായി പോയത്? നമ്മൾ 5ാം ക്ലാസ്, 7ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് സങ്കല്പിക്കാം. ആ കുട്ടിക്ക് കുറഞ്ഞ സമയം മദ്രസയിൽ ഉണ്ടാവുള്ളൂ. എന്നാലും നേരം വെളുത്തിന്റെ ആ കുട്ടി ഒരു അരമണിക്കൂറെങ്കിലും അള്ളാന്റെ ഖുർആനൊന്ന് കേട്ടോട്ടെ. ഒരു